ഓക്കെ ശ്രീധർ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്യാം. താനത് നോക്കിയിട്ട് തന്റെ സോഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഓക്കെ. പിന്നെ തന്റെ തിരക്ക് എനിക്കറിയാം, എങ്കിലും കഴിവത് നേരത്തെ ആയാൽ നന്നായിരുന്നു. ഓക്കെ, ശരി. എന്തായി, കോപ്പി എടുത്തില്ലേ? എടുത്തു സർ. ഹലോ ശ്രേയ. ഞാൻ കണ്ടിരുന്നു. പക്ഷെ എന്റെ കാര്യം സംശയമാണ് ശ്രേയ. ഞാനിവിടെ കുറച്ച് ബിസിയാണ്. അങ്ങനൊന്നും അല്ലടോ. ഫോറിൻ ട്രിപ്പ് കഴിഞ്ഞ് പപ്പാജി തിരിച്ചു വരുന്നവരെ ഏറ്റെടുത്ത ചില കമ്മിറ്റ്മെന്റ്സ്, അത് കഴിഞ്ഞാ ഫ്രീ ആവും. ഓക്കെ ശ്രേയ, ഞാനൊരു അല്പം ബിസിയാടോ. ഫ്രീ ആവുമ്പോ തിരിച്ചു വിളിക്കും. ഓക്കെ, ടേക്ക് കെയർ. ബൈ. കഴിഞ്ഞില്ലേടോ തന്റെ ക്ലീനിങ് ഇതുവരെ? ഇപ്പൊ കഴിയും സർ. മതി, ബാക്കിയൊക്കെ പിന്നെ ആവാം. തൽക്കാലം ഇമ്പോർട്ടന്റ് ഫയൽസ് എല്ലാം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാം. സൗകര്യമായിട്ട് അവിടെ ഇരുന്ന് നോക്കാമല്ലോ. ഫയൽസ് എടുക്ക. എന്താടോ ഇത്? 3-4 ഫയൽ ഒരുമിച്ച് എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലേ എനിക്ക്? സോറി സർ. ഇമ്പോർട്ടന്റ് ഫയൽസ് എല്ലാം ഉണ്ടല്ലോ? ഉണ്ട് സർ. ആരെങ്കിലും ഫയൽ ചോദിച്ചാ ഞാൻ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി. ശരി സർ. താൻ പോകുന്നില്ലേ? അല്ല, ഞാൻ ഈ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പോകാം സർ. ഓക്കെ, അതൊക്കെ കൊള്ളാം. പക്ഷെ അതിനു മുമ്പ് എങ്ങും തട്ടിത്തടഞ്ഞു വീഴാതെ മര്യാദയ്ക്കൊന്ന് നടക്കാൻ പഠിക്കണം കേട്ടോ. വെൽഡൻ ദയാ, വെൽഡൻ. നീ പൊളിയാണ് മോളെ. കഷ്ടപ്പെട്ടിട്ടാണേലും നീ കാര്യം സാധിച്ചല്ലോ. എന്റെ പൊന്നെ, നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്റെ ഈശ്വര, അപ്പൊ ഒറിജിനൽ ഫയല് അതാണല്ലേ പവൻ സാർ കൊണ്ടുപോയത്. ഇനി എന്ത് ചെയ്യും? അയ്യോ, നവീൻ സർ. ഹലോ ദയ, താൻ ഇതൊരു ഓഫീസിൽ നിന്ന് ഇറങ്ങിയില്ലേ? ഞാൻ ദേ ഇവിടെ ചർച്ച് റോഡിലുണ്ട്. താൻ ഇങ്ങോട്ട് വന്നാ മതി. ഹലോ ദയ, താനെന്താ മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു സർ. പക്ഷേ എനിക്ക് കമ്മോൺ ദയ, എന്താണെന്ന് വെച്ചാ വ്യക്തമായിട്ട് പറയൂ. സർ, ഐ എം സോറി. പവൻ സാറിന്റെ അടുത്തുനിന്ന് എനിക്ക് ആ ഫയൽ എടുക്കാൻ പറ്റിയില്ല. What bloody nonsense are you talking? താൻ പിന്നെ ഇത്ര നേരം ക്യാബിൽ എന്തെടുക്കായിരുന്നു? സർ, ഞാൻ മാക്സിമം ട്രൈ ചെയ്തതാ. Shut up, you fool. നിസ്സാരമായ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് അതുപോലും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ താനൊക്കെ എന്തിനാടോ? ദയ, ദിസ് ഈസ് ടു മച്ച്. ടു മച്ച്. ദയ, ആ ഫയൽ ഇപ്പൊ എവിടെയുണ്ട്? എല്ലാ ഫയലുകളും പവൻ സാറ് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഓ ഗോഡ്, എല്ലാം നശിപ്പിച്ചു. ദയ, ഡു വൺ തിങ്. ഇപ്പൊ തന്നെ താൻ എന്റെ വീട്ടിലേക്ക് പോണം. എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ഫയൽ അവിടെ നിന്ന് എടുക്കണം. അയ്യോ സർ, ഞാനിങ്ങനെ പോവും. എനിക്ക് പറ്റില്ല. പ്ലീസ് സർ. നോ,
നോ മോർ എക്സ്ക്യൂസസ്. താനായിട്ട് വരുത്തി വെച്ച ഈ ഹെഡേക്ക് താനായിട്ട് തന്നെ ക്ലിയർ ചെയ്യണം. ആ ഫയൽ സേഫ് ആയിട്ട് എത്രയും പെട്ടെന്ന് എന്റെ കസ്റ്റഡിയിൽ എത്തണം. സർ പ്ലീസ്, സാറിന്റെ വീട്ടിലേക്ക് എന്ത് കാരണം പറഞ്ഞു പോവും? എനിക്ക് ആ വീട് പോലും അറിയില്ല. എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ പവൻ സാറിനോട് ഞാൻ എന്തു പറയും? എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് താൻ അവിടെ കയറി അത് കൈക്കലാക്കണം. സോറി, എനിക്ക് പറ്റില്ല. പറ്റും ദയാ, പറ്റണം. അന്ന് ഞാൻ തന്ന ചെക്ക് വാങ്ങിയപ്പോ നമ്മൾ തമ്മിലൊരു വാക്കുണ്ടായിരുന്നു. ഞാൻ പറയുന്ന എന്ത് കാര്യവും ദയ അനുസരിക്കുമെന്ന്. അതൊന്നും താൻ മറന്നിട്ടില്ലല്ലോ. സീതയ, ചേട്ടായുടെ അടുത്തുനിന്ന് എനിക്ക് നേരിട്ട് ആ ഫയല് ചോദിക്കാനോ എടുക്കാനോ പറ്റാത്തൊരു കണ്ടീഷനിലാണിപ്പോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ കമ്പൽ ചെയ്യുന്നേ. നമ്മുടെ എല്ലാം നല്ലതിന് വേണ്ടിയാ ഞാൻ ഈ പറയുന്നേ. അപ്പൊ എന്തുകൊണ്ട് തനിക്ക് അല്പം റിസ്ക് എടുത്തൂടാ? കമ്മോൺ ദയാ, കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കൂ. വാട്ട് യു സേ? ഞാൻ പോവാം സർ. ഗുഡ്. എന്നാ വേഗം പൊയ്ക്കോളൂ. വൃന്ദാവൻ ഗാർഡൻസിലാണ് വീട്. ഹൗസ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഞാൻ വാട്സപ്പ് ചെയ്യാം. എനിക്ക് സമയം കളയണ്ട, വേഗം ഇറങ്ങാൻ നോക്കും. ഞാൻ ആ പരിസരത്ത് തന്നെ ഉണ്ടാവും. സേഫ് ആയിട്ട് പുറത്തിറങ്ങിയാൽ ഉടനെ എന്നെ വിളിക്കണം. ഓക്കെ? ഓക്കെ സർ. അശോക് വില്ല, നമ്പർ 123. യെസ്, ഇതന്നെയാ വീട്. എന്റെ ഈശ്വര, ഇത് കണ്ടിട്ട് തന്നെ കൈയും കാലം വരയ്ക്കുന്നു. ഇതിനുള്ളിൽ ആരും അറിയാതെ എങ്ങനെ കയറി പറ്റും ദൈവമേ? ദയാ, വേണ്ട മോളെ, ഇത് വിടുന്നതാ നിനക്ക് നല്ലത്. തിരിച്ചു പോ ദയാ, അതാ നിനക്ക് നല്ലത്. ഇവിടെ വരെ വന്നിട്ട് ഒന്നും ചെയ്യാതെ തിരിച്ചു പോകുന്നത് മോശമല്ലേ ദയാ? നവീൻ സാറിനോട് ഏറ്റതല്ലേ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? പിടിക്കപ്പെട്ടാലും നവീൻ സാറിനോട് പറഞ്ഞു നിൽക്കാലോ.
കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂ നീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോതുന്ന വാക്കുപോലെ ആദിലോലം അനുരാഗം തേന്മാരിയ നീ എന്താ ഇവിടെ? ഏയ്, താൻ എന്താ ഇവിടെയെന്ന്? എനിക്ക് എന്താ കുടിക്കാൻ എന്തെങ്കിലും വേണോ എനിക്ക്? വെയിറ്റ്. എന്താ ഇനി വേണം? ഹലോ, അങ്ങനെ അങ്ങ് പോയാലങ്ങനെ? വാ ഇരിക്ക്, ചോദിക്കട്ടെ. എനിക്ക് പോണം. ഇരിക്കടോ. ഇനി പറ, എന്തിനാ ഇവിടെ വന്നത്? പറയടോ, എന്തിനാ താൻ ഈ വീട്ടിൽ ആരും അറിയാതെ ഒളിച്ച് കയറിയതെന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ വെറുതെ വന്നതാ. വെറുതെ വരാൻ ഇതെന്താ കാഴ്ച ബംഗ്ലാവ് സുഖമല്ലതാണോ?
സത്യം പറ, താൻ എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നല്ലേ? പ്രതികാരോ? അതെ, പ്രതികാരം. തന്റെ ചേച്ചിയെ ജോലി എന്ന് പറഞ്ഞു വിട്ടതിന് എന്നോട് പകരം ചോദിക്കാൻ വന്നതല്ലേ താൻ? അതിനു വേണ്ടിയാണ് താൻ ഇവിടെ വന്നതും ആരും അറിയാതെ അകത്ത് കടന്നതും. സത്യം പറ, എന്താ തന്റെ ബാഗില്? കഠാരയോ അതോ തോക്കോ? ഈശ്വര, ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ പിന്നെ എന്തിനു താൻ ഇവിടെ വന്നു? ഞാൻ നവീൻ സാറ് പറഞ്ഞിട്ട് വന്നതാ. നവീൻ സാറ് പറഞ്ഞിട്ടോ? നവീൻ സാർ എന്ത് പറഞ്ഞു? ഹലോ, നവീൻ സാറ് തന്നോട് എന്താ പറഞ്ഞേന്ന്? എക്സ്ക്യൂസ് മീ സർ. ഈ ഫയല് സാറിന് തരാൻ പറഞ്ഞു എലിസബത്ത് മാഡം. ആ വെച്ചോളൂ. എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ, നവീൻ എന്തിനാണ് തന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? ആ, അത് അത് പിന്നെ എന്റെ ഒരു സാധനം നവീൻ സാറിന്റെ അടുത്തായി പോയി. ഓഫീസിൽ നിന്ന് സാർ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് എന്നെ തിരിച്ചേൽപ്പിക്കാൻ മറന്നു. അതെടുക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ വരാനാണോ നവീൻ പറഞ്ഞത്? എന്നിട്ട് അവൻ ഇവിടെ ഇല്ലല്ലോ. ആ, വീട്ടിൽ ചെന്ന് എടുത്തോളാനാ നവീൻ സാറ് എന്നോട് പറഞ്ഞത്. ശരി, ഇനി നവീൻ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അതെടുക്കാൻ വേണ്ടി വീട്ടിലുള്ളവരെ അറിയിക്കാതെ ഒളിച്ചും പതുങ്ങിയും അകത്ത് കയറുകയാണോ വേണ്ടത്? ആ, അത് അത് ഞാൻ പേടിച്ചിട്ടാ അങ്ങനെ ചെയ്തത്. ഓക്കെ, തന്റെ എന്ത് സാധനം നവീന്റെ കയ്യിലുള്ളത്? അതെനിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സാധനാ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, ശരി, കം വിത്ത് മീ. ദയാ, നീ പെട്ടുമോ?